നമസ്കാരം, ജാക്സൺ ചുങ്കത്തിയ. ആദ്യം ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് കാണാൻ തുടങ്ങുക. നമ്മള് ഒരു സർക്കാരിനെ എന്തിനാണ് നമ്മൾ തീറ്റിപ്പോറ്റുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. വോട്ടർ തിരിച്ചറിയേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഉദ്യോഗസ്ഥർ ഓൾറെഡി ഇവിടെ ഭരിക്കുന്നതൊക്കെ ഉദ്യോഗസ്ഥരാണല്ലോ, അല്ലാതെ ഇവിടെ എന്താ പറയാ ഈ സർക്കാർ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരിരുന്നിട്ടല്ലല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോ അവര് പലതരത്തിലുള്ള അഴിമതി നടത്താനോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം നടത്താനോ അവർക്ക് അവരുടെ എന്താ പറയാ മോശമായിട്ടുള്ള പ്രവൃത്തികൾ കാണിക്കാനോ നിയമത്തിനെ ഇപ്പൊ പോലീസ് ആണ് ഇവിടുത്തെ നിയമത്തിന്റെ കൺട്രോളിംഗ് പൊസിഷനിൽ നിൽക്കുന്നതെങ്കിൽ അതിൽ പലതരത്തിലുള്ള തട്ടിപ്പ് നടത്താൻ അവർക്ക് കഴിയും. അത് ദുർവിനിയോഗം ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലുള്ള ഒരു ഡോക്ടർക്ക് അവിടെ തട്ടിപ്പ് നടത്താൻ കഴിയും. അവിടെയുള്ള രോഗികളോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയും. രോഗികൾക്ക് മറ്റേ മോശമായ ചികിത്സ കൊടുക്കുന്ന പോലെയുള്ള അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റുന്ന പോലുള്ള അവസ്ഥകൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ ഇതിനെ മറികടക്കാനായിട്ട് ജനങ്ങൾക്ക് ഓരോരുത്തർക്കും പോയിട്ട് ഇപ്പൊ നമ്മൾ എന്താ സംഭവിക്കുന്നത്, ഒരു ആശുപത്രിയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു, പെൺകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റി, ആ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ മുഴുവൻ പോയിട്ട് ചോദിക്കുകയാണ് അവിടെ. ആ ചോദ്യം ചോദിക്കാനായിട്ട് നാട്ടുകാർ മുഴുവൻ പോവാതെ ആ നാട്ടുകാരുടെ പ്രതിനിധിയായിട്ടുള്ള ആളോടെ പോയി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ജനപ്രതിനിധി ചെയ്യേണ്ട പണി ഇവിടെ നിന്ന് അവിടെ ചെന്ന് ആ ജനത്തിനു വേണ്ടി സംസാരിക്കുക. ആ ആൾക്ക് സംസാരിക്കാൻ പറ്റുന്നതിന് മുകളിലാണെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ പോലെയുള്ള തസ്തികയിലുള്ളവർ അവിടെ പോയി അവർക്കെതിരെ കൃത്യമായി കർശന നടപടികൾ എടുത്ത് അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജനത്തിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പണി. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? അവര് ഞങ്ങളാണ് സർക്കാർ, അത് കാരണം കൊണ്ട് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കണം. കാരണം ഞങ്ങളും അവരും കൂടിയാണ് സർക്കാർ. അതുകൊണ്ട് അവരെ രക്ഷിക്കാനാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് ജനത്തിനെതിരായിട്ട് ഉദ്യോഗസ്ഥരെ രക്ഷിക്കലാണ് അവരുടെ പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നികുതിക്കാശ് മുഴുവൻ പാഴായി പോയി എന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ നികുതിക്കാശ് മേടിച്ചിട്ട് അവര് നമുക്കിട്ട് പണിയാണ്. അങ്ങനെ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനും ഉദ്യോഗസ്ഥരെ തോന്നിയ പോലെ അവർക്ക് അഴിമതി നടത്താനോ അവർക്ക് സ്വജനപക്ഷപാതം നടത്താനോ അക്രമങ്ങൾ കാണിക്കാനോ നിയമത്തെ വളച്ചൊടിക്കാനോ ആണെങ്കിൽ ഇവരെയും കൂടി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് അഴിമതി കാണിക്കാനും വിടേണ്ട കാര്യമില്ല. അവരത് ഓൾറെഡി എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെയാണ് നമ്മൾ ഈ തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത്തരത്തിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം ഇതിനെക്കുറിച്ചൊക്കെ വല്ല ബോധമുള്ള ആൾക്കാർ വോട്ട് ചെയ്ത് വിട്ടാൽ എന്തെങ്കിലും ഗുണമുണ്ടാവും ഈ നാടിന്. അതല്ലാതെ ഇത്തരത്തിലാണ് നമ്മൾ വീണ്ടും വീണ്ടും വോട്ട് ചെയ്ത് വിടുന്നതെങ്കിൽ സർക്കാർ എന്ന് പറഞ്ഞാൽ അവര് നമുക്കെതിരെയാണ് നിൽക്കുക. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇത് തിരിച്ചറിയാൻ വോട്ടർക്ക് കഴിയണം. എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരെ കൂടി അവബോധത്തിൽ എത്തിക്കുക. താങ്ക് യു.